പ്രശസ്ത നാടകകൃത്തും എഴുത്തുകാരനുമായ ഓംചേരി എൻ പിള്ള അന്തരിച്ചു. അന്ത്യം ദില്ലിയിൽ. 100 വയസ്സായിരുന്നു. സിബി സി ജോസഫ് ഉണ്ട് വിശദാംശങ്ങളുമായി. സിബി, എപ്പോഴായിരുന്നു അന്ത്യം? മറ്റു വിശദാംശങ്ങൾ. അല്പസമയം മുമ്പാണ് പ്രശസ്ത എഴുത്തുകാരനും നാടകകൃത്തുമായ ഓംചേരി എൻ പിള്ള അന്തരിച്ചത്. അദ്ദേഹത്തിന് 102 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹം ദില്ലിയിലെ സെന്റ് സ്റ്റീഫൻസ് ആശുപത്രി വെച്ചായിരുന്നു അന്ത്യം. അദ്ദേഹത്തിന് വളരെ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഈ സ്വകാര്യ ആശുപത്രി തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിച്ചത്. അദ്ദേഹം പ്രധാനപ്പെട്ട എഴുത്തുകാരനും അതോടൊപ്പം തന്നെ നാടകകൃത്തുമായിരുന്നു. അദ്ദേഹം 1924 വൈക്കം ഓഞ്ചേരി വീട്ടിൽ ജനിച്ച അദ്ദേഹം പിന്നീട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠനമെല്ലാം തന്നെ പൂർത്തിയാക്കിയത്. പിന്നീട് അദ്ദേഹം ഈ 1951 അദ്ദേഹം ദില്ലി ആകാശവാണിയിൽ മലയാളം വാർത്താ വിഭാഗത്തിൽ ജീവനക്കാരനായി ദില്ലിയിൽ എത്തിയത്. പിന്നീട് അദ്ദേഹം അവിടെ പ്രസിദ്ധീകരണ വിഭാഗം, എഡിറ്റർ, പ്രചരണ വിഭാഗം ഉദ്യോഗസ്ഥന്റെ ചുമതല തന്നെ വഹിച്ചു. പിന്നീട് അദ്ദേഹം പൂർണ്ണമായും ഒരു നാടകകൃത്തിലേക്ക് നാടകകൃത്തായി അദ്ദേഹം മാറുകയായിരുന്നു. അദ്ദേഹം പറയാറുള്ളത് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന AKGയുടെ പ്രേരണയിലാണ് തന്റെ ആദ്യ നാടകം രചിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ഈ വെളിച്ചം നിങ്ങളുടേതാകുന്നു എന്ന നാടകത്തിൽ അന്ന് MP-മാരായിരുന്ന KC ജോർജ് അടക്കമുള്ള ആളുകൾ അന്ന് അഭിനയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ നിരവധി നാടകങ്ങൾ ഏറെ പ്രശസ്തിയാണ്. മാത്രമല്ല അദ്ദേഹം ദില്ലിയിലെ ഒരു മലയാളി സാന്നിധ്യം കൂടി, സജീവമായ മലയാളി സാന്നിധ്യം കൂടിയായിരുന്നു. അദ്ദേഹം 1951 മുതൽ ദില്ലിയിൽ വന്നതിന് ശേഷം അദ്ദേഹം വളരെ വലിയ സജീവമായ മലയാളി സാന്നിധ്യം കൂടിയായിരുന്നു ഈ എൻ പിള്ള എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അടക്കമെല്ലാം നിലയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1972 അദ്ദേഹത്തിന്റെ പ്രളയം എന്ന നാടകത്തിനാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. അതുകൂടാതെ അദ്ദേഹത്തിന്റെ നാടകത്തിലെല്ലാം തന്നെയും പ്രശസ്ത നടനായ മധു അടക്കം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം 1963 അദ്ദേഹം രചിച്ച ഒരു തിയേറ്റർ രൂപീകരിക്കുകയും പിന്നീട് ചെരുപ്പ് കടിക്കില്ല എന്ന അദ്ദേഹം രചിച്ച നാടകത്തിൽ നടൻ മധു അടക്കം അഭിനയിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിന് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പുരസ്കാരവും അദ്ദേഹത്തിനെ തേടിയെത്തിയിട്ടുണ്ട്. കൂടാതെ 2010 അദ്ദേഹത്തിന് സമഗ്ര സംഭാവനയ്ക്കുള്ള സാഹിത്യ അക്കാദമി പുരസ്കാരം നൽകിയത്. അതുകൂടാതെ അദ്ദേഹം ഏകദേശം ഒരു 9ഓളം മുഴുനീള നാടകങ്ങളും 80 ഏകാംഗങ്ങൾ അടക്കമെല്ലാം തന്നെയും ഇത്തരത്തിൽ ഓംചേരി മലയാളിക്ക് നൽകിയിട്ടുണ്ട്.